വരുന്നു. ഇരുന്നാട്ടെ. വീട് കാണാൻ നല്ല രസമുണ്ടല്ലേ? പെണ്ണെങ്ങനെ ഉണ്ടാവോ? എന്റെ മുന്നിൽ ഐഫോണോ? കോഫി നന്ദി അമ്മയമ്മേ. താങ്ക് യു. നമുക്കങ്ങ് പറഞ്ഞാലോ? വേണ്ട, കല്യാണം കഴിയുമ്പോ അവര് മനസ്സിലായിക്കോളും നമ്മുടെ മകന്റെ കഴിവ് എന്താണെന്നുള്ളത്. ഡാഡി ഇതും വിടൂല അല്ലേ? ഇത് കൊള്ളാലോ. എന്തിനാ ഇനി ഇവിടെ നിൽക്കുന്നേ? മോളെ വിളിച്ചോണ്ട് പോ. ആയിക്കോട്ടെ. വിളിച്ചോണ്ട് വരുവേ. ഈ സ്വഭാവം നിന്റെ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടോടി? നിങ്ങളുടെ അച്ഛനുണ്ടല്ലോ. അങ്ങോട്ടേക്ക്. എനിക്ക് ഓക്കെയാണ്. അതാ കുട്ടി പറയട്ടെ. അവളത് പറയും. എടീ, എന്താ നോക്കുന്നേ? ഞാൻ ഫോൺ എടുത്ത് എവിടെ വെച്ചെന്ന് എനിക്കറിയില്ല. നീ അത്ര പെട്ടെന്നൊന്നും മറക്കുന്ന കൂട്ടത്തിലല്ലല്ലോ. കളിയാക്ക അല്ല, റൊമാൻസ്. നിങ്ങൾ എന്ത് സംസാരിച്ചോണ്ടിരിക്കുന്ന തോന്നണേ? എന്റെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചെങ്കിൽ എന്നോട് വേണമെങ്കിലും ചോദിക്കാം. അത് വേറൊന്നുമല്ല, പെണ്ണിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാൻ പറഞ്ഞു. അതല്ലേ? ഓ ആ ചോദിച്ചോടാ. ഒരു പാട്ട് പാടാൻ പറയട്ടെ? എന്റെ അടുത്തല്ല, ആ പെൺകുട്ടിയോട് ചോദിക്കേ. നിങ്ങൾക്ക് പാട്ട് പാടാൻ അറിയാമോ? അച്ഛാ, സ്ഥിരം ചോദ്യം. മോനെ, പുതിയതായിട്ട് എന്തെങ്കിലും ചോദിക്കേ. നിങ്ങളുടെ ഹോബീസ്? അച്ഛാ, വീണ്ടും സ്ഥിരം ചോദ്യം. എടാ, പുതുമയുള്ള എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്യടാ. പക്ഷെ എന്റെ ചേക്കൻ പുതിയതായിട്ട് ഒന്നും ട്രൈ ചെയ്യാറില്ല. പക്ഷെ പഴയത് എന്തെങ്കിലും കിട്ടിയ പുതിയതായിട്ട് ഒന്നുകൂടെ ട്രൈ ചെയ്യും. ഇപ്പോഴാണ് പുതിയതായിട്ടൊന്ന് ശ്രമിച്ചത്, അതിലും വിജയിച്ചു. ഇവനാണ് ആദ്യം ചികിത്സിക്കേണ്ടത്. നിങ്ങൾ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. ഞങ്ങൾക്കൊക്കെ അറിയാന്നേ, കുറച്ച് കഴിയുമ്പോ നിങ്ങൾക്കും അതൊക്കെ മനസ്സിലാകുന്നേ. നിങ്ങൾക്ക് അതെല്ലാം വരുമോ? എന്നുവെച്ചാ പാചകം അറിയാമോ? അച്ഛാ, എല്ലാ സ്ഥിരം ചോദ്യങ്ങൾ തന്നെയാ. അതെ, എന്റെ ഫോൺ എവിടെ വെച്ചെന്നറിയാം. ഓ, നീ ഇവിടെ എവിടെങ്കിലും മറന്നു വെച്ച് കാണും. ചെറുക്കന്റെ വീട്ടുകാരൊന്ന് പോട്ടെ, എന്നിട്ട് നമുക്ക് തപ്പിയെടുക്കാം. എന്തൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ഞങ്ങളോട് ചോദിച്ചാ പറയില്ലേ? എന്നോട് വേണേലും ചോദിക്കാൻ കേട്ടോ. അത് വേറൊന്നുമല്ല, ഇവരോട് ഇപ്പൊ എന്താ പറയാ? എന്തെങ്കിലും പുതിയതായിട്ട് ഒന്ന് ചോദിക്കുമോ? ഓ, ഇപ്പോഴും പഴയ സ്ഥിതിയല്ലേ മോനെ? എന്തെങ്കിലും പുതിയതായിട്ട് ചോദിക്കാൻ. നിങ്ങൾക്ക് കൊറോണ വന്നിട്ടുണ്ടോ? മോശം ചോദ്യം. I accept. ഒരു കണക്കിന് ശരിയാ. ഫോൺ നീ തീർന്നടാ. എന്റെ ഫോണിന്റെ റിംഗ്ടോൺ ആണല്ലേ? അതെ, എന്റെ ഫോൺ അവിടെ. അയ്യോ, അത് ായിരുന്നോ? നീ പറഞ്ഞു കൊടുത്തില്ല. എന്താ ഇതൊക്കെ? അതുകൊണ്ടാണ് എന്റെ അടുത്ത് ചോദിച്ചുടനെ പല പ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് ഹിന്റ് തന്നത്. ഹിന്റോ? ആ, എന്റെ മോൻ ഒരുപാട് സ്വത്തുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? അറിയാങ്കി ആ, അതിന്റെ കൂടെ ഇങ്ങനെ ചെറിയൊരു ഹാബിറ്റ് കൂടി ഉണ്ട്. എന്താ അത്? എന്റെ മോൻ എവിടെ പോയാലും ഓർമ്മയ്ക്കായിട്ട് എന്തെങ്കിലും ഒരു സാധനം എടുത്തോണ്ട് വരും. അത് ശരി, പെണ്ണ് കാണാൻ വന്ന വീട്ടിൽ നിന്നോ? പെണ്ണ് കാണാൻ പോയാലെന്താ, ഒരു ചായക്കടയിൽ പോയാൽ പോലും ഒരു ടീസ്പൂണെങ്കിലും എടുത്തോണ്ട് വരാതിരിക്കില്ല. ഓർമ്മ കാത്തു സൂക്ഷിക്കുന്ന മോൻ. ഇവന്റെ ഈ സന്തോഷം കാരണം ഞങ്ങളുടെ വീട്ടിലെ 2 റൂം ഫുള്ളായിരിക്കുക. എന്തോ 2 റൂം ഫുള്ളായോ? 2 റൂം മാത്രമല്ല, പുതിയൊരു ഷെഡും കൂടി ഉണ്ടാക്കാനുള്ള തീരുമാനത്തിലെടുത്തിരിക്കുക. നല്ല കുടുംബം. നിങ്ങൾ എന്തായാലും ഞങ്ങളെ മനസ്സിലാക്കിയല്ലോ, അത് മാത്രം മതി ഈ ഞങ്ങൾക്ക്. ശീലത്തിന്റെ പേരെന്താണെന്നറിയോ? എന്താ പേര്? ക്ലെപ്റ്റോമാനിയ. മലയാളത്തിൽ പറഞ്ഞ മോഷണം. എന്റെ മോന്റെ കയ്യിലെ ഭാഗ്യരേഖ. എഴുന്നേറ്റ് പോടാ കള്ളനാറി. നിക്ക്, എന്താണ് നിങ്ങളുടെ സംസാരത്തിലൊരു മാറ്റം? ഇതെന്റെ ഒരു ഹോബിയാണ്, ഇതിലെന്താണ് തെറ്റ്? ഇറ്റ്സ് മൈ മെമ്മറീസ്. മോനെ, ഇത് നിനക്ക് തെറ്റായിട്ട് തോന്നിയിട്ടേ ഇല്ലേ? എടാ ഉവ്വേ, ഒരാൾ തരുന്നതാണ് ഓർമ്മ, ചോദിക്കാതെ എടുക്കുന്നത് മോഷണമാണ്. കക്കാൻ ഇറങ്ങിയിരിക്കുക. മോനെ വിളിച്ചോണ്ട് മര്യാദയ്ക്ക് പൊയ്ക്കോ. ഡാഡി, എന്ത് പരിപാടി ഇത്? പെണ്ണ് കാണാൻ പറഞ്ഞിട്ട് ഞങ്ങളെ കള്ളനാക്കുന്നോ? കള്ളനെ കള്ളാന്ന് പറയുന്നത് തെറ്റാണോ? ഞങ്ങളുടെ മോളെ സ്നേഹിക്കാനേ പഠിപ്പിച്ചിട്ടുള്ളൂ, ഒന്നും കക്കാൻ പഠിപ്പിച്ചിട്ടില്ല. കല്യാണം കഴിഞ്ഞ അതോടെ പഠിച്ചേ.
ഇവളുടെ അടുത്ത് നിൽക്കാൻ പോലും യോഗ്യതയില്ല നിങ്ങൾക്ക്. ഇനി ഇവിടെ ഒരു നിമിഷം നിൽക്കരുത്. പെണ്ണുമില്ല, പെടക്കോഴിയുമില്ല. ഗെറ്റ് ഔട്ട്. എടി നിനക്ക് ദേഷ്യം വരുമ്പോ എന്തോ ഒരു സാധനം പറയുമല്ലോ. I hate you. ഐ ഹേറ്റ് യുവർ ഫാമിലി. ഐ തുപ്പ് യുവർ ഫാമിലി. ഐ ഡബിൾ യുവർ ഫാമിലി. ഐ തു യുവർ ഫാമിലി. ഇയാള് നിർത്തുന്ന ലക്ഷണമൊന്നുമില്ല. വാ, നമുക്ക് വേറെ പെണ്ണ് പോയി കാണാം. ഓടാ. ഒന്ന് നിക്ക. ഒരു സ്പൂണ് പോലും തരാത്ത ഫാമിലി. ഇതൊന്നും നമുക്ക് ശരിയാവില്ലടോ മോനെ. അത് കറക്റ്റാ. ഇത് ദേഷ്യമല്ല, വേദനയാ. ഇത് പങ്കിട്ടാൽ മാത്രമേ വേദന തീരൂ. കുറച്ചു നേരം സമാധാനമായി അവിടെ ഇരിക്കട്ടെ. അങ്ങനെയൊക്കെയാ ഉണ്ടായത്. താങ്ക് യു. താങ്ക് യു സർ, വേറെ എന്തെങ്കിലും വേണം? നത്തിങ്. താങ്ക് യു സർ. ആ വന്നവൻ ഒരു കള്ളനായതുകൊണ്ട് ഇത്തവണ എങ്ങനെയോ രക്ഷപ്പെട്ടെന്ന് പറയാം. പെട്ടെന്ന് അച്ഛൻ പറഞ്ഞത് എന്നെ കാണാൻ ചെക്കനും വീട്ടുകാരും വരുന്നെന്ന്. എന്തോ ഭാഗ്യത്തിന് അങ്ങനെ നടന്നുകൊണ്ട് ഇത്തവണ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. എന്നാ അങ്ങനെ എപ്പോഴും നടക്കണമെന്നില്ല. ഇങ്ങനെ പേടിച്ച് പേടിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് എവിടെയെങ്കിലും ഓടിപ്പോയി കല്യാണം കഴിക്കാം. വിജയ്, പറ വിജയ്, നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? ആലോചിച്ചിരിക്കാതെ എന്തെങ്കിലും ഒന്ന് പറയേ. എന്ത് ചെയ്യാൻ പാടില്ലെന്ന് ആദ്യം മനസ്സിലാക്കിയാ എന്ത് ചെയ്യണമെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. എന്താ ചെയ്യാൻ പാടില്ലാത്തത്? പേടിക്കാൻ പാടില്ല. എന്ത് പ്രശ്നം ഉണ്ടായാലും പേടിച്ചോടാൻ പാടില്ല. എന്ത് വന്നാലും വീട്ടുകാർക്കെതിരെ തിരിയാൻ പാടില്ല. യുദ്ധം ഉണ്ടാവാൻ പാടില്ല, പക്ഷെ ജയം നമുക്ക് തന്നെ വേണമെന്ന് പറയുന്ന പോലെ ഉണ്ട്. അതെ, യുദ്ധം ഉണ്ടാവാൻ പാടില്ല, പക്ഷെ എന്തായാലും ജയിച്ചേ പറ്റൂ. അതൊക്കെ എങ്ങനെ നടക്കും വിജയ്? ചാൻസസ് ആർ ദ മെന്റസ് ടു മേക്ക് എ പാത്ത് എന്നാണ് പറയാറുള്ളത്. എന്ന് വെച്ചാൽ കിട്ടുന്ന ചാൻസ് എല്ലാം നമ്മൾ മുഴുവനായിട്ട് ഉപയോഗപ്പെടുത്തണം. എങ്ങനെ? നമ്മൾ എപ്പോഴും ഒന്നായിരിക്കണം എന്ന് ഒരു തവണ തീരുമാനിച്ച പിന്നെ ആ തീരുമാനമായിരിക്കണം നമ്മൾ മുന്നോട്ട് നടത്തേണ്ടത്. അതാണ് നമ്മളെ ഗൈഡ്, അതാണ് നമ്മളെ മെന്റർ. നോക്കിയിരിക്കുക എന്താ നടക്കാൻ പോകുന്നതെന്ന്. ഹലോ, ആണോ? ഏത് ഹോസ്പിറ്റലില്? ഇതാ ഇപ്പൊ വരാം. എന്തു പറ്റി? രാമുവിന്റെ അച്ഛൻ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു. അയ്യോ നിക്ക്, ഞാനും കൂടെ വരാം. വേഗം പോവാം. വാ പോവാം. ഇപ്പൊ എങ്ങനെയുണ്ട് ഡോക്ടർ? കുഴപ്പമില്ല, സംസാരിച്ചോ. അങ്കിൾ, എടാ എപ്പോഴും ഭയങ്കര സ്ട്രോങ് ആയിട്ടിരിക്കുന്ന അങ്കിൾ വീക്കാവനിപ്പോ എന്താ ഉണ്ടായേ? അച്ഛന് പണ്ടേ ഒരു വീട് വെക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി അവിടെ ഇവിടെയൊക്കെ കടം വാങ്ങി 1 കോടി മാറ്റി വെച്ചിരുന്നു. അതുമാത്രമല്ല 50 ലക്ഷം എവിടുന്നോ കടം വാങ്ങി ഒരു വസ്തുവും വാങ്ങിയിട്ടിരുന്നു അച്ഛൻ. എനിക്ക് പിന്നീടാണ് മനസ്സിലായത് ആ വസ്തു നമ്മുടെ പേരിൽ മാത്രമല്ല വേറെ ആളുടെ പേരിലും രജിസ്റ്റർ ആയിട്ടുണ്ടെന്ന്. രജിസ്റ്റർ ഓഫീസിൽ പോയപ്പോഴാണ് മനസ്സിലായത് അവർ പറ്റിക്കായിരുന്നെന്ന്. വസ്തു തന്ന ആളോട് ഞങ്ങൾ പോയി ചോദിച്ചപ്പോൾ അയാൾ പറയാ, ഞാനും നീയും തമ്മിൽ ഒരു ബന്ധമില്ല, നീ നിന്റെ പണി നോക്കുന്നു. എന്നാ പിന്നെ തന്ന കാശ് തിരിച്ചു ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തിനു തരണമെന്ന് പറഞ്ഞ് അവിടുത്തെ റൗഡികളെ വെച്ച് ഞങ്ങളെ അടിച്ചു. കോടിയും പോയി, വാങ്ങിയ ലാൻഡും പോയി, 50 ലക്ഷവും പോയി. ആ നാണക്കേട് കൊണ്ടാ ഇങ്ങനെയൊക്കെ ചെയ്ത്. പറ്റിക്കുന്ന ആൾക്കാരോട് എതിർത്ത് നിൽക്കാൻ വയ്യാതെ തോറ്റുപോയി ഞാൻ. കടക്കാരൻ മുമ്പിൽ നാണം കെട്ട് തല കുനിച്ച് നിൽക്കാൻ വയ്യാതായി എനിക്ക്. അങ്കിളുടെ പ്രശ്നം അവന്റെ പ്രശ്നമാണ്. അവന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് എന്റെയും പ്രശ്നമാണ്. അവന്റെ പേരെന്താന്ന് പറ അങ്കിൾ. ഗാജുലു ഗംഗാധരൻ. കമ്പനി പേര് GGR ഡെവലപ്പേഴ്സ്. ഇത്ര മാത്രം മതി. അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ലൊരു കളി കളിച്ച് ഞെട്ടിക്കണം.